ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെ തമ്മിൽ കണ്ടു കാണും എൻ്റെ ബാഗ്സ് കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. ഇത് ഞാനൊരു ഓവർ 5 ഇയേഴ്സ് ഞാൻ കളക്ട് ചെയ്ത ബാഗാണ്. ഇതിലെനിക്ക് ഞാൻ വാങ്ങിച്ച ബാഗ്സ് ഉണ്ട്, ഗിഫ്റ്റ് കിട്ടിയ ബാഗുണ്ട്. ഞാൻ വാങ്ങിച്ചത് കുറച്ച് ബാഗ്സേ ഉള്ളൂ, കൂടുതൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ബാഗ്സാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗ്സ് ഞാൻ ലാസ്റ്റ് കാണിക്കാം. ആദ്യം വലിയ ബാഗിൽ തന്നെ തുടങ്ങാം. ഇത് ഞാൻ 6 ഇയേഴ്സ് ബിഫോർ വാങ്ങിച്ച ബാഗാണ്. 6 ഇയേഴ്സ് ബിഫോർ ഞാൻ ഡിമാർട്ടിൽ ബാംഗ്ലൂരുള്ള ഡിമാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ്. ഇതിന് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല, ഇതിൻ്റെ സിബ് എല്ലാം നല്ല ക്വാളിറ്റി ബാഗാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചെറുതായിട്ട് ഇങ്ങനെ ഒരു സ്റ്റെയിനൊക്കെ വന്നു. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ സെയിം കളർ വേറെ വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് ഒരു ലെയറാണ്, ഇവിടെ ഒരു ലെയർ, പിന്നെ അകത്ത് ഇതിനൊരു ഇന്നർ ലെയർ കൂടിയുണ്ട്, പിന്നെ ഇവിടെ പുറത്ത് വന്നിട്ട് വേറൊരു ലെയർ കൂടിയുണ്ട്. സോ ഇങ്ങനെയാണ്. പിന്നെ സൈഡിൽ രണ്ട് ലെയേഴ്സും കൂടിയുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ബാഗാണ്. ഇത് കണ്ടാൽ ഒരു ചെറിയ ബാഗ് പോലെ തോന്നുമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ പറ്റും. സോ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഒരു 5 വർഷത്തോളം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ സ്റ്റെയിൻസ് ഒക്കെ വന്നിട്ട്. ഞാൻ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു കളർ ആയതുകൊണ്ട് ഇതിനകത്ത് പെട്ടെന്ന് സ്റ്റെയിൻസ് വന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ തന്നെ സെയിം വേറൊരു കളർ ഡിമാർട്ടിൽ തന്നെ വാങ്ങിച്ചു. ഇത് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചാണ്. സെയിം തന്നെ അതിൻ്റെ തന്നെ സെയിം ഇച്ചിരി കൂടെ ഒരു ഡാർക്ക് കളർ, അതൊരു റെഡ് കളറാണ്, ഇതൊരു ഡാർക്ക് മെറൂൺ പോലത്തെ ഒരു കളറാണ്. സോ സെയിം തന്നെ ഇതുപോലെ ഒരു ലെയർ ഉണ്ട്, ഇതുപോലെ ഒരു ലെയർ, അതിനകത്ത് വേറൊരു ലെയർ, പിന്നെ പുറത്ത്, പിന്നെ സൈഡിൽ രണ്ടെണ്ണം. സോ ഇത് വളരെ യൂസർ ഫ്രണ്ട്ലിയാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാണെങ്കിൽ, അതായത് മാക്സിലോ ട്രെൻഡ്സിലോ ഷോപ്പിങ്ങിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ ബാഗാണ് വളരെ കംഫർട്ടബിൾ. പിന്നെ നമ്മൾ 2 വീലറിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് പുറകിലങ്ങ് ഇട്ടാൽ മതി. ഇതിൻ്റെ വില വന്നിട്ട് 499 ആണ്. ഇതിൻ്റെ വില 499 നല്ല വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. നല്ല നൈസ് മെറ്റീരിയലാണ്. വെള്ളം മഴ നനഞ്ഞാലൊന്നും കുഴപ്പമില്ല, ജസ്റ്റ് കരിമനടിക്കാൻ നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബാഗും നല്ല മെറ്റീരിയലുമാണ്. സോ 499 ആണ് ഇതിൻ്റെ വില. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബാഗാണ്. ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു എന്ത് വർക്കാണിത്, ജസ്റ്റ് ഒരു എന്തൊക്കെയോ കുറേ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓക്സിഡൈസ്ഡ് മെറ്റീരിയൽ വെച്ചിട്ട് ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബാഗാണിത്. അപ്പം ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വില വന്നിട്ട് 899 ആണ്. ഇടയ്ക്ക് അവരുടെ വെബ്സൈറ്റിൽ അജിയോയുടെ വെബ്സൈറ്റിലാണെന്ന് തോന്നുന്നു, ഇടയ്ക്ക് 699 ഇത് ഞാൻ കണ്ടായിരുന്നു. ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിന് 899 ആയിരുന്നു. സോ ഇതിന് ഇതുപോലൊരു സ്ട്രാപ്പ് ഉണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് ഇടാൻ പറ്റും, ഇതിനിങ്ങനെ ഒരു സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓപ്പണിംഗ് ആണ് ഇതിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് വലുതാക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ 2 സൈഡിൽ സിബുണ്ട്. ആ സിബ് തുറന്നാൽ നിങ്ങൾക്ക് ഇത് വലുതാക്കാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾക്കിത് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഇതൊരു വലിയ ബാഗായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഇടാൻ പറ്റും. ഇത് കണ്ടാൽ ചെറിയൊരു ബാഗ് പോലെ തോന്നുമെങ്കിലും കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ട് പോകാൻ പറ്റും. ആൻഡ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു തുണി മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ ചെറിയ സാധനം വല്ലതാണെങ്കിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഞാൻ ഇതിനകത്തൊരു ഇൻകൺവീനിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനൊരു ചെറിയൊരു ലെയർ ഉണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയ ലെയർ, എന്തെങ്കിലും നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറിയ ലെയർ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പൈസയോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറൊരു ലെയർ ഉണ്ട്. അല്ലാതെ ഈ ഒരു ഒറ്റ സിംഗിൾ ലെയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അടുത്ത ബാഗ്. ഇതും ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നല്ല ബാഗാണ്. സോ ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാഗാണ്. ഇതിൻ്റെ വില 899. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ചെറിയ ബാഗാണ്, സ്ലിംഗ് ബാഗ് ടൈപ്പ് ബാഗ്സാണ്. അപ്പോൾ അടുത്തത് ഈ ഒരു ബാഗാണ്. ഇത് വന്നിട്ട് ഇങ്ങനെ ഇതിനൊരു വലിയൊരു സ്ട്രാപ്പുണ്ട്, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ്. പിന്നെ ഇതും നിങ്ങൾക്ക് മഴയത്തും വെയിലത്തും എല്ലാം യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, നല്ല മെറ്റീരിയലാണ്. ഇത് ഞാൻ ഡിമാർട്ടിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വില 499 ആണ്. ഇതിന് കുറേ ലേയേഴ്സ് ഉണ്ട്. ഇതൊരു ചെറിയ ബാഗായിട്ട് നിങ്ങൾക്ക് തോന്നിയാലും കുറേ ഐറ്റംസ് ഇതിനകത്ത് കയറും. അതായത് ഞാൻ എൻ്റെ കുട ഇതിനകത്ത് വെക്കും, എൻ്റെ ഫോൺ, എൻ്റെ വാലറ്റ് എല്ലാം ഇതിനകത്ത് തന്നെ വെക്കാം. സോ അത്രയ്ക്ക് സ്പേഷ്യസ് ആണ്. ഇത് കണ്ടാൽ ഒരു ചെറിയ ബാഗ് പോലെ തോന്നും. ഇതിന് വന്നിട്ട് 1 2 3 ലെയേഴ്സ് ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു ഇന്നർ ലെയർ കൂടിയുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ലെയേഴ്സ് ആണ് ഇത് വരുന്നത്. പിന്നെ ഈ ഇതിനകത്ത് ഇങ്ങനൊരു പാർട്ടീഷൻ, ഒരു കമ്പാർട്ട്മെൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ വില 499 ആണ്. ഇത് ഞാൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ബാഗാണ്. എവിടെ പോയാലും, അതായത് 2 വീലറിലൊക്കെ പോകുമ്പോഴാണെങ്കിലും വളരെ ചുമ്മാ ഇങ്ങനെ കിട്ടാൽ മതി. നമ്മൾ തൊട്ടടുത്തൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നൊരു ബാഗാണ്. എനിക്ക് യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. അപ്പം ഇതാണ് അടുത്ത എൻ്റെ ഫേവറേറ്റ് ബാഗ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഇതിന് കഴുകിയെടുക്കണം. യൂസ് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് ചീത്തയായി. ബട്ട് സ്റ്റിൽ നമുക്കിത് കഴുകിയെടുത്താൽ മതി. അതിനകത്ത് കുറച്ച് പൊടിയൊക്കെ പറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാനൊരു 3 ഇയേഴ്സായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ബാഗാണ്. അടുത്തതും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ്. ഇതാണ് ബാഗ്. ഇതെൻ്റെ ഹസ്ബൻഡ് എനിക്ക് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. സോ ഇതാണ്. ഇത് കണ്ടാൽ ഒരു ചെറിയ ബാഗാണ്, പക്ഷേ എന്നാലും വളരെ സ്പേഷ്യസ് ആണ്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ കയറും. പിന്നെ ഇതിനിങ്ങനെ ഒരു സ്ട്രാപ്പ്, അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണുള്ളത്. ഈ ഒരു സ്ട്രാപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു പിടിക്കാൻ ഇങ്ങനെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ഞാൻ ചർച്ചിലൊക്കെ പോകുമ്പം യൂസ് ചെയ്യുന്നൊരു ബാഗാണ്. നല്ല ലെതറിൻ്റെ ബാഗാണ്.
സോ ഇതിനകത്ത് ഒരു കമ്പാർട്ട്മെൻറ്റാണ് വന്നേക്കുന്നത്. അതിനകത്ത് തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്ത് വേറൊരു ചെറിയൊരു റോയും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് പൈസയൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെ ചെറിയൊരു റോയും കൂടെ വന്നിട്ടുണ്ട്. സോ ഇതും വളരെ കോമ്പാക്റ്റ് ആണ്. പക്ഷേ ഇത് കണ്ടില്ല, ഇത്ര സ്പേസ് ഉണ്ട് ഇതിന്. കൊട, ഫോണ്, പേഴ്സ് എല്ലാം ഇതിനകത്ത് തന്നെ വെക്കാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ പ്രൈസ്. ഒരു 2000-നുള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. ഇത് എനിക്ക് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. സോ ഇത് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബാഗാണ്. അടുത്തത് ഒരു സ്ലിംഗ് ബാഗാണ്. ഇത് എൻ്റെ പ്രീവിയസ് കമ്പനിയിലെ, അതായത് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കമ്പനിയിലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് അയച്ചു തന്ന ഗിഫ്റ്റാണിത്. സോ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. സോ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിന് വന്നിട്ട് മറ്റേ ബാഗ് പോലെ തന്നെ ആദ്യം ഒരു ചെറിയ റോ, പിന്നെ അതിനകത്ത് വേറെ 2 റോയും കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ ബാഗ്. ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. നല്ലൊരു ചെയിനും എനിക്കൊന്ന് ലെതർ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ബാഗാണ്. ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ബാക്കിൽ സിബൊന്നുമില്ല. സോ ഫോർ എവർ ഗ്ലാമിൻ്റെ ഒരു ബാഗാണ്. ഇതിൻ്റെ പ്രൈസ് എനിക്കറിയത്തില്ല. സോ വളരെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാഗാണ്. ഇത് ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പം ആണ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അത്യാവശ്യം ഫോണൊക്കെ വെക്കാം. ആൻഡ് ജസ്റ്റ് ഒരു ഇതായിട്ട് നമുക്കിങ്ങനെ ഒരു സ്ലിംഗ് ബാഗ് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ ബാഗാണ്. അടുത്തൊരു ക്ലച്ചാണ്. ഈ ക്ലച്ച് എൻ്റെ സിസ്റ്റർ ഇൻ ലോ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ക്ലച്ചാണ്. ഇതാണത്, ഒരു ബീച്ച് കളർ. ആൻഡ് ഇതിന് ഒരു ചെയിൻ സ്ട്രാപ്പും കൂടി ഉണ്ടായിരുന്നു. ആ ചെയിൻ സ്ട്രാപ്പ് എനിക്കത്ര കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അത്ര കൺവീനിയൻ്റ് അല്ല. അതുകൊണ്ട് ഞാനത് റിമൂവ് ചെയ്തു. അത് റിമൂവബിൾ ആണ്, വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. സോ ഇങ്ങനെയാണ്, ഇങ്ങനൊരു ഇതൊക്കെ വന്നിട്ട് ഇങ്ങനൊരു ക്ലച്ചാണ്. ഇതിനകം ഇങ്ങനെയാണ് വരുന്നത്. സോ വളരെ നല്ല, നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഗ്രാൻഡായിട്ട് നമുക്കിങ്ങനെ കൈപ്പിടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്ലച്ചാണ്. സോ ഇത് എൻ്റെ സിസ്റ്ററിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. ഇതിൻ്റെ പ്രൈസും എനിക്കറിയത്തില്ല. സോ ഇതാണ് എൻ്റെ അടുത്ത ഫേവറേറ്റ് വൺ. അടുത്തതും ഒരു സ്ലിംഗ് ബാഗാണ്. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. സോ ഇത് വളരെ നല്ല അടിപൊളിയൊരു സ്ലിംഗ് ബാഗാണ്. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകുമ്പം ഫോണൊക്കെ വെച്ചിട്ട്, ഫോണ്, ക്യാഷ് ഒക്കെ വെച്ചിട്ട് പോകാൻ പറ്റിയ ഒരു സ്ലിംഗ് ബാഗാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോൺ വെക്കാം. ആൻഡ് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്തോടെ തന്നെ കാണാൻ പറ്റും. ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കാർഡൊക്കെ വെക്കാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ്, അങ്ങനെ കാർഡൊക്കെ വെക്കാം. പിന്നെ ഇതിന് ഇങ്ങനൊരു റോ ഉണ്ട്. അങ്ങനെ 2 റോ ഉണ്ട്. ഇവിടെയാണ് ഫോൺ വെക്കുന്നത്. ഇവിടെ വന്നിട്ട് വേറൊരു റോ, പിന്നെ അതിലൊരു ഒരു പാർട്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ വളരെ നല്ല അടിപൊളി ഒരു ബാഗാണ്. നല്ല ലെതർ മെറ്റീരിയലാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ എൽവി എനിക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അടുത്തതും അതേപോലെ സിമിലർ ആയിട്ടുള്ളൊരു സ്ലിംഗ് ബാഗാണ്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഇങ്ങനെ ഫോൺ വെക്കാനൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. പിന്നെ അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ഉണ്ട്. വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് ലെതറാണ്. ഇത് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. ചില ലെതറൊക്കെ ആണെങ്കിൽ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകി വരും. പക്ഷേ ഇത് അങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല. നല്ല ബാഗാണ്. പിന്നെ അകത്ത് ഇങ്ങനെ 2 കമ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ വെക്കാം. പിന്നെ ഇവിടെ നടുക്ക് സെൻറ്ററിലൊരു വേറൊരു റോ ഉണ്ട്. ഇവിടെ ടോട്ടൽ 3 റോസ് ആണ് വരുന്നത്. ഇത് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്ലിംഗ് ബാഗാണ്. അടുത്തതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബാഗ്. ഇത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ വിഷ് ലിസ്റ്റ് കണ്ടിട്ട് ഹസ്ബൻഡ് തന്നെ എനിക്ക് സർപ്രൈസായിട്ട് ഓർഡർ ചെയ്ത് തന്ന ബാഗാണ്. സോ ഇതാണ് ബാഗ്, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബാഗ്. ഒരു യെല്ലോ കളർ, നല്ലൊരു യെല്ലോ കളറാണ്. ഇപ്പോൾ വീഡിയോയ്ക്കകത്ത് ഇത് വേറൊരു യെല്ലോ ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്. സോ ഇങ്ങനെ വന്നിട്ട് ഇത് അലൻസോളിയുടെ ഒരു ബാഗാണ്. സോ ഇതിന് ഒരു അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പ് ഉണ്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. സോ ഇതിന് വന്നിട്ട് ഇങ്ങനൊരു കമ്പാർട്ട്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് പേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. പിന്നെ കാർഡ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അല്ലാതെ പൈസയൊക്കെ വെക്കണമെങ്കിൽ അതിനും ഒരു റോ കൊടുത്തിട്ടുണ്ട്. സോ ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി ഒരു ബാഗാണ്. ഇതിൻ്റെ പ്രൈസ് അന്നേരം എനിക്ക് തോന്നുന്നു 2600 സംതിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില 2200 ആണ് തോന്നുന്നു. സോ ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ബാഗ്. ഇത് ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ബാഗാണിത്. സോ നിങ്ങൾക്ക് ഇന്നത്തെ ഇത് ബാഗാണ് പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനകത്ത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബാഗ്സിൻ്റെ എന്തെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലുള്ള വീഡിയോസിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.